ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് പെൻഷൻ എന്നൊരു മിഥ്യാധാരണ പൊതുവെ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടുവരുന്നൊരു വിഷയമാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല ശരിക്കും പെൻഷൻ. നിങ്ങൾക്കും ലഭിക്കും പെൻഷൻ. അതിന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് വ്യക്തമാക്കി തരുന്ന വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്കും ചെയ്യുക. എന്താണ് പെൻഷൻ്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് വരാം. നമുക്കറിയാം, നമ്മുടെ നല്ല കാലത്ത്, അതായത് നമുക്ക് നല്ല ആരോഗ്യവും നല്ല ഒരു ശക്തിയുള്ള മനസ്സൊക്കെ ഉള്ള ഒരു സമയത്ത് നമ്മൾ ഒരുപാട് സമ്പാദിക്കുകയും ഒരുപാട് രൂപ നമ്മൾ സേവ് ഒക്കെ ചെയ്ത് വെക്കുകയും ചെയ്യും. പക്ഷേ ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് വലിയ വലിയ ജീവിത ചെലവുകൾ വരികയും നമ്മൾ സമ്പാദിച്ച് വെച്ചതൊക്കെ നമ്മൾ ചെലവഴിച്ച് ഇല്ലാതാവുന്ന ഒരവസ്ഥ എല്ലാവർക്കും വന്നു ചേരാവുന്നതാണ്. സോ ഇങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് നിങ്ങൾക്ക് ഒരു 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ടൊന്നും സമ്പാദിക്കാൻ പറ്റുകയില്ല. നിങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് ഫണ്ടും ഉണ്ടാവില്ല. ഈ ഒരു സമയത്താണ് പെൻഷൻ്റെ പ്രാധാന്യം വരുന്നത്. കാരണം പെൻഷൻ എന്നുള്ളത് നിങ്ങൾക്ക് മാസം 60 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു എമൗണ്ടാണ് അല്ലേ. സോ അതുകൊണ്ട് നിങ്ങൾക്കത് പ്രത്യേകിച്ച് ചിലവാക്കി പോകുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കത് എല്ലാ മാസവും ഒരു ദിവസം മാത്രമേ ഈ പെൻഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വേറൊരു ആവശ്യത്തിന് നിങ്ങൾ ചിലവഴിച്ച് പോകും എന്നൊരു ടെൻഷൻ വേണ്ട. കൃത്യമായിട്ട് നിങ്ങളുടെ ആ വാർദ്ധക്യ സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പെൻഷൻ എമൗണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. ഒരുപാട് പെൻഷൻ സ്കീംസ് അവൈലബിൾ ആണെങ്കിലും ഏറ്റവും പ്രാധാന്യമുള്ള 2 സ്കീംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് കീഴിൽ വരുന്ന അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്കീം. രണ്ടാമത്തെ സ്കീം NPS എന്ന പേരിൽ അറിയപ്പെടുന്ന നാഷണൽ പെൻഷൻ സ്കീം. നമ്മളിതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അടൽ പെൻഷൻ യോജന എന്ന സ്കീമിനെ കുറിച്ചാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, കാരണം വളരെ പ്രധാനപ്പെട്ട 2-3 പോയിൻറ്റ്സിൽ പറയാനുണ്ട്. ആദ്യം നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് നോക്കാം. എന്തുകൊണ്ട് അടൽ പെൻഷൻ യോജന? ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ വ്യക്തികളിൽ ഒരു സമ്പാദ്യശീലം വളർത്തുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയുള്ള സമ്പാദ്യം? നിങ്ങൾക്ക് പെൻഷനായിട്ട് നിങ്ങൾ 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്ന ഒരു എമൗണ്ട്, നിങ്ങൾ ചെറിയ എമൗണ്ടുകൾ സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാർദ്ധക്യ സമയത്ത് നിങ്ങൾക്കൊരു പെൻഷൻ വാങ്ങിത്തരിക എന്നുള്ളതാണ് അടൽ പെൻഷൻ യോജനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സോ ആർക്കൊക്കെ ഇതിന് ചേരാം എന്ന് നമുക്ക് നോക്കാം. പ്രായം 18 വയസ്സിൻ്റെയും 40 വയസ്സിൻ്റെയും ഇടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് ഈ സ്കീമിന് ചേരാൻ പറ്റുക. രണ്ടാമതായിട്ടുള്ളൊരു കണ്ടീഷൻ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വേണം എന്നുള്ളതാണ്. സോ 18ൻ്റെയും 40ൻ്റെയും ഇടയിലായിരിക്കണം പ്രായം. രണ്ടാമത്തെ കാര്യം സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇനി പെൻഷൻ എമൗണ്ട് ആയിട്ട് നമുക്ക് എത്ര രൂപ കിട്ടും എന്ന കാര്യം നോക്കാം. ഈ ഒരു എമൗണ്ടുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പല എമൗണ്ടുകളും ഉണ്ട്. 1000 രൂപയുണ്ട്, 2000 ഉണ്ട്, 3000 ഉണ്ട്, 4000 ഉണ്ട്, 5000 രൂപയുണ്ട്. സോ ഇത് കാണുമ്പോൾ ഇതൊരു ചെറിയ എമൗണ്ട് ആണല്ലോ എന്ന് കരുതണ്ട. കാരണം ഇത് മിനിമം ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള പെൻഷനാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇങ്ങനെ 5 ടൈപ്പ് സ്കീംസാണ്, ഈ പെൻഷനാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് ഇതിൽ ഒരു എമൗണ്ട് സെലക്ട് ചെയ്യാം. അതിന് തുല്യമായിട്ടുള്ളൊരു പ്രീമിയം നിങ്ങൾ അടച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് 60 വയസ്സാകുമ്പോൾ ഈ ഒരു എമൗണ്ട് കിട്ടുക. നമ്മൾ പറഞ്ഞു ഈ എമൗണ്ട് കണ്ടിട്ട് ഒരു ചെറിയ എമൗണ്ട് ആണല്ലോ എന്ന് ആരും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള കാരണം ഈ എമൗണ്ടുകളൊക്കെ ഇതൊക്കെ മിനിമം ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള പെൻഷനാണ്. അതായത് ഗവൺമെൻറ് പറയണത് നിങ്ങളിപ്പോൾ 2000 രൂപയുടെ പെൻഷൻ സ്കീമിൽ നിങ്ങൾ ചേരുകയാണെങ്കിൽ ഗവൺമെൻറ് പറയണത് നിങ്ങൾക്ക് 60 വയസ്സാകുമ്പോൾ മിനിമം 2000 രൂപയെങ്കിലും ഗ്യാരൻറ്റി ആയിട്ട് തരും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്കിപ്പോൾ 25 വയസ്സാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 30 വയസ്സാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു 30 വയസ്സാണ് ഈ പദ്ധതിക്ക് ചേരുമ്പോൾ. നിങ്ങൾ 5000 രൂപയുടെ പെൻഷൻ സ്കീമിൽ ചേരുന്നു. 5000 രൂപയുടെ പെൻഷൻ സ്കീമിന് 30 വയസ്സുള്ള ആൾ അടയ്ക്കേണ്ട പ്രീമിയം 577 രൂപയാണ്. സോ മാസം ഇങ്ങനെ അടയ്ക്കേണ്ടത് 577 രൂപയാണ്. ഇങ്ങനെ ഈ പൈസ എല്ലാ മാസവും അടയ്ക്കുന്നു. 60 വയസ്സ് വരെ അടയ്ക്കുന്നു. 60 വയസ്സാവുമ്പോൾ ഇങ്ങനെ ഈ അടച്ച എമൗണ്ടും അത് ഗവൺമെൻറ് ഇങ്ങനെ അടയ്ക്കുന്ന എമൗണ്ട് എല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത് ആ എമൗണ്ട് വെച്ചിട്ട്. സോ അതൊരു വലിയൊരു എമൗണ്ടായിട്ട് മാറിയിട്ടുണ്ടാവാം. ഒരു വലിയ വെൽത്ത് ചിലപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. സോ ആ ഒരു എമൗണ്ട് വെച്ചിട്ട് ഇയാൾക്ക് എത്ര രൂപ പെൻഷൻ കൊടുക്കാൻ പറ്റുമോ അത്ര രൂപ ഗവൺമെൻറ് പെൻഷനായിട്ട് കൊടുക്കും. സോ ഇവിടെ പറഞ്ഞ 5000 മിനിമം ഗ്യാരൻറ്റീഡ് പെൻഷൻ മാത്രമാണ്. 5000 രൂപ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വെൽത്ത് എത്ര ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പെൻഷൻ എമൗണ്ട് കിട്ടും. സോ ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഒരു ഏജ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര രൂപ പ്രീമിയം ആവും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചാർട്ട് ഇവിടെ കൊടുത്തുള്ളത്. നിങ്ങൾക്ക് 5000 രൂപയാണ് പെൻഷനെങ്കിൽ നിങ്ങളുടെ ഏജ് വെച്ചിട്ട് നിങ്ങളുടെ എമൗണ്ട് നോക്കുക. 21 വയസ്സുള്ളതാണെങ്കിൽ മാസം അടയ്ക്കേണ്ടത് 318 ആയിരിക്കും.
33 വയസ്സുള്ള ഒരാളാണെങ്കിൽ 1318 രൂപ ഇപ്പോൾ അടയ്ക്കേണ്ടി വരും. കാരണം 21 വർഷം മാത്രമേ അയാൾ ഇത് അടയ്ക്കാൻ പോകുന്നുള്ളൂ എന്നുള്ള കാര്യം കൊണ്ട്. സോ നിങ്ങൾ കരുതും ഇത്ര എമൗണ്ടൊക്കെ അടച്ചിട്ടല്ലേ അവസാനം 5000 രൂപയൊക്കെ പെൻഷനൊക്കെ പറഞ്ഞിട്ട് ഒരു 60 വയസ്സ് കഴിഞ്ഞ് വെറും 2 കൊല്ലം കൊണ്ട് ഞാനങ്ങ് മരിച്ചു പോയാലോ എന്താ സംഭവിക്കുകയാണ്. സോ അതും പറഞ്ഞുതരാം. അവിടെയാണ് ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഉള്ളത്. ഈ സ്കീമിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ സ്കീമിനെ കുറിച്ച് പറയാനുള്ളത്. അല്ലെങ്കിൽ 3 രീതിയിൽ ഇത് ആളുകൾക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള മിനിമം പെൻഷൻ എമൗണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു പെൻഷൻ കിട്ടും, ഗ്യാരൻറ്റീഡ് ആണ് ഈ എമൗണ്ട് എന്നുള്ളത്. ആർക്കാണ്? ഇതിന് ചേർന്ന ആൾക്ക് 60 വയസ്സാവുമ്പോൾ മുതൽ ഈ പെൻഷൻ എമൗണ്ട് കിട്ടിത്തുടങ്ങുന്നു. അങ്ങയുടെ മരണം വരെ ഈ എമൗണ്ട് കിട്ടുന്നു. ഓക്കെ. സോ സ്കീമിന് ചേർന്ന ആൾക്ക് അയാളുടെ 60 വയസ്സ് മുതൽ മരണം വരെ അവർക്ക് ഈ ഒരു എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി അങ്ങനെ മരണപ്പെട്ടാലോ? അങ്ങനെ മരണപ്പെട്ടാൽ അങ്ങേരുടെ ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയാണ് സ്കീമിൽ ചേർന്നെങ്കിൽ ഭർത്താവിന്, അവരുടെ സ്പൗസിന്, ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് ഈ എമൗണ്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 60 വയസ്സുള്ള ഒരാൾ 70 വയസ്സാകുമ്പോൾ മരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഈ പെൻഷൻ എമൗണ്ട് വാങ്ങുന്നു. 10 വർഷം ഇങ്ങനെ പെൻഷൻ എമൗണ്ട് വാങ്ങി തുടർന്ന് 70 വയസ്സാകുമ്പോൾ ഇങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ ഇങ്ങരുടെ ഭാര്യയ്ക്ക് ബാക്കി അവരുടെ മരണം വരെ ഇതേ എമൗണ്ട് പെൻഷൻ കിട്ടുന്നതാണ്. നമ്മുടെ ഫാമിലി പെൻഷൻ പോലെ ഇവരുടെ ഭാര്യയ്ക്കും ഇതേ ഒരു എമൗണ്ട് മരണം വരെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ. സോ ഇനി ഭാര്യയും ഭർത്താവും മരിച്ചു പോയാലോ? അപ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഭാര്യയും ഭർത്താവും മരിച്ചു പോവുകയാണെങ്കിൽ അവരുടെ നോമിനിയായിട്ട് വെച്ച ആൾക്ക് ഇതിൽ ഈ സ്കീമിന് ചേർന്ന ആൾ 60 വയസ്സ് വരെ അടച്ചൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, പ്ലസ് ഒരു വെൽത്ത് ഉണ്ടാവുമല്ലോ, ഈ എമൗണ്ട് ഈ ആൾക്ക് കിട്ടും എന്നുള്ളതാണ്. സോ എത്ര പേർക്കാണ് ഒരു സമയത്ത് തന്നെ യൂസ്ഫുൾ ആവണം എന്നുള്ളതാണ്. ആദ്യം ഈ സ്കീമിന് ജോയിൻ ചെയ്ത ആൾക്ക് 60 വയസ്സ് മുതൽ മരണം വരെ ഈ എമൗണ്ട് കിട്ടുന്നു. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ഭാര്യയ്ക്ക് അതിൻ്റെ തുടർന്ന് ആ എമൗണ്ട് കിട്ടുന്നു. ഭാര്യയും ഭർത്താവും മരിച്ചൊരു കേസാണെങ്കിൽ ഇവിടെ 60 വയസ്സ് വരെ അവരടച്ച എമൗണ്ട് പ്ലസ് വെൽത്ത് നോമിനിക്ക് കിട്ടുന്നു. സോ ഇതാണ് ഈ സ്കീമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. APY സ്കീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് തന്നെയാണ്. സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ചിന്തിക്കുന്നു ഞാൻ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്